ചേട്ടാ, തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് BJP ഭയങ്കര കഷ്ടപ്പെട്ട് ഭയങ്കര സന്തോഷത്തോടെ അവർക്ക് കിട്ടി, അവർ പിടിച്ചെടുത്തു. കിട്ടിയ വഴിയൊക്കെ വേറെ, പക്ഷെ കിട്ടി എന്ന് അവർ ഭയങ്കര അതെ, കിട്ടിയ വഴിയൊക്കെ പിന്നെ, പക്ഷെ എന്നാലും അവര് അധികാരത്തിലോട്ട് വന്നു. അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. അറിയാലോ, ഇപ്പൊ അവരുടെ ഇത് തന്നെ കണ്ടില്ലേ, സത്യപ്രതിജ്ഞ തന്നെ ഇപ്പൊ വലിയ വിവാദങ്ങളിലും കേസിലോട്ടും ഒക്കെ പോയെങ്കിലും ശരി, ഭയങ്കര ഇളക്കി മറിച്ച സത്യപ്രതിജ്ഞയൊക്കെ ആയിരുന്നു. ഇത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സത്യപ്രതിജ്ഞയൊക്കെ നടത്തി വന്നു. പക്ഷേ ഇപ്പൊ ദേ മേയർ സ്ഥാനത്തെ ചൊല്ലി തിരുവനന്തപുരത്ത് വലിയ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് VV രാജേഷും ശ്രീലേഖ IPS കൂടി ഉള്ള ഒരു വലിയ തർക്കം. അവരല്ല, ഈ രണ്ടുപേരും പാർട്ടിക്കുള്ളിൽ ആര് എന്നുള്ളതിൽ വലിയ തർക്കം നടക്കുകയാണ്. കാരണം ശ്രീലേഖ എന്നുള്ള പേരാണ് ഇപ്പൊ ഉയർന്നു കേൾക്കുന്നതെങ്കിലും ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് VV രാജേഷ് എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് വരുന്ന വാർത്തകളിലൊക്കെ ശ്രീലേഖയ്ക്കാണ് സ്ഥാനത്തോട്ടുള്ള നറുക്ക് വീണിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഒരു പ്രവൃത്തി പരിചയമില്ലാത്ത, അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരാളെ മേയർ സ്ഥാനത്ത് കൊണ്ടുവന്നാൽ കുറെ അധികം ദോഷങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. അല്ലെങ്കിൽ അവരൊക്കെ ഒരു അതൃപ്തി ഉണ്ട് ശ്രീലേഖ വരുന്നതിൽ. VV രാജേഷിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പൊ പലരും. അപ്പൊ എന്താകും ഇപ്പൊ ഈ മേയർ സ്ഥാനത്തെ ചൊല്ലി ഇപ്പൊ ആദ്യമായിട്ടാണ് അവർക്ക് ഇത്ര വലിയൊരു പദവിയിലോട്ട് BJP എത്തുന്നത് കേരളത്തില്. അപ്പൊ ഈ തുടക്കം തന്നെ തർക്കത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസ്സുകാർക്കിടയിലായിരുന്നു ഈ എന്തെങ്കിലും ഒരു സ്ഥാനം, അതിപ്പോ എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് പിടിച്ച് പിന്നെ കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കൂടുതലും കോൺഗ്രസ്സുകാരായിരുന്നു. ഇപ്പൊ അതേ രീതി തന്നെ BJPയിലും നമ്മൾ കാണുകയാണ്. ഇപ്പൊ എന്തായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്? പ്രധാനമായും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെ നമുക്ക്, ശ്രീലേഖ, VV രാജേഷ്. ഞാൻ VV രാജേഷിന്റെ കൂടെ നിൽക്കും. VV രാജേഷിന്റെ കൂടെ നിൽക്കാനുള്ള കാരണങ്ങളുണ്ട്. ശ്രീലേഖയുടെ ഒപ്പം നിൽക്കാതിരിക്കാനുള്ള കാരണങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാരാണ്? VV രാജേഷ് ആയിരിക്കും. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്നല്ല, കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും, അത് രാഷ്ട്രീയമില്ലാതെ, ഇപ്പൊ CPM-കാരനോട് ചോദിച്ചാലും VV രാജേഷിനെ അറിയാം. ശ്രീലേഖയുടെ ലക്ഷ്യം എന്താണ്? ശ്രീലേഖ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അറിയത്? പിന്നെ DGP ആയിട്ടിരുന്ന ഒരാൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ശ്രീലേഖയെ ആർക്കും അറിഞ്ഞുകൂടാ. അതായത് ഇപ്പൊ തന്നെ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് VV രാജേഷ് എന്ന് വിളിച്ചാൽ അതിന് മറുപടി രാജേഷ് തരും. VV രാജേഷ് മറുപടി തരും. VV രാജേഷ് മറുപടി മാത്രമല്ല, നമ്മളോടൊരു പരിചിതൻ എന്ന പോലെ സംസാരിക്കുകയും ചെയ്യും. ആണ് VV രാജേഷിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊന്നും ഒരിക്കലും ശ്രീലേഖയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, VV രാജേഷ് കുറെ കാലമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി VV രാജേഷ്, എനിക്ക് തോന്നുന്നു 2006, 2007 അതിന് മുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ VV രാജേഷ്. ഏകദേശം 10-20-25 വർഷക്കാലമായിട്ട് കേരളത്തിൽ BJP രാഷ്ട്രീയത്തിൽ RSS മുതൽ തന്നെ പിന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് VV രാജേഷ് എന്ന് പറയുന്ന നേതാവ്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ രാജേഷിനെ 10 പേര് അറിയും. അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ഈ VV രാജേഷ് രാഷ്ട്രീയത്തിലൂടെ എന്ത് നേടി എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. നേടിയത് എന്താണെന്ന് ചോദിച്ചാൽ രാജേഷ് പലതും നേടിയിട്ടുണ്ട്. ഇക്കണ്ട കാലം അത്രയും BJP പ്രവർത്തിച്ചുകൊണ്ട് അർഹമായതും അനർഹമായതുമെല്ലാം നേടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വയ്ക്കാം. പിന്നെ തന്നെയല്ല, അഡ്വക്കേറ്റ് കൂടിയാണ്. സന്നദ്ധ എടുത്തോ എന്തോന്ന് അറിയില്ല. പക്ഷേ VV രാജേഷിനെ അങ്ങനെ ജനമറിയും. തന്നെയല്ല, പൂജപ്പുരയിൽ നേരത്തെ കൗൺസിലറുമായിരുന്നു VV രാജേഷ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, നിരവധി തവണ ചാനൽ ചർച്ചകളിൽ BJPയുടെ സ്ഥിരം ആളായി, BJPയുടെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് VV രാജേഷിനെ കേരളത്തിലുള്ള എല്ലാവരും അറിയും. തിരുവനന്തപുരത്തുകാർക്കാണ് കൗൺസിലർ എന്നുള്ള നിലയിൽ അറിയാൻ കഴിയുന്നത്. എങ്കിൽ തന്നെയും VV രാജേഷിനെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ചാനൽ ചർച്ചയിൽ പോകുന്ന BJPയുടെ വക്താവ് എന്നുള്ള നിലയിൽ നിന്നറിയാം. പല വിഷയങ്ങളിലും എടുത്തിട്ടുള്ള സ്റ്റാൻഡുകൾ മണ്ടത്തരം തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് പൊതുവെ BJPക്കാരെല്ലാം ഈ രീതിയിൽ മണ്ടത്തരം കാണിച്ചുകൊണ്ടും മണ്ടത്തരം പറഞ്ഞുകൊണ്ടും ഒക്കെ തന്നെ നേതാക്കന്മാരായതാണ്. അത് സുരേഷ് ആണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ മണ്ടത്തരം പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചകളിലൂടെ കയറി വന്നിട്ടുള്ള നേതാക്കന്മാരാണ്. എന്നാൽ ശ്രീലേഖയ്ക്ക് എന്താണ് ഇമ്പോർട്ടൻസ്? ശ്രീലേഖ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നൂലെ കെട്ടി ഇറക്കിയ ഒരു നേതാവാണ്. ഇവരെന്താണ് ഇപ്പം ഈ മേയർ സ്ഥാനത്തോട്ട് ശ്രീലേഖയെ ഉയർത്തിപ്പിടിക്കാനുള്ള കാരണം എന്തായിരിക്കും? അത് ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം, ശ്രീലേഖയ്ക്ക് നേരത്തെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് കൊടുക്കണം എന്നൊരു ധാരണ BJPക്കകത്തുണ്ടായിരുന്നു. ഇങ്ങനെ പുതിയ ഒരാൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ, പുതിയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥയായിരുന്ന ഒരാൾ പാർട്ടിയിലേക്ക് വന്നപ്പോൾ അവർക്ക് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ്, നേരത്തെ തിരുവനന്തപുരം സെൻട്രൽ എനിക്ക് തോന്നുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത് കൃഷ്ണകുമാറൊക്കെ മത്സരിച്ച
സീറ്റാണ്, അവിടേക്ക് കൊടുക്കണം എന്നൊരു വലിയ ആഗ്രഹമൊക്കെ ഇവർക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് പിന്നെ നമ്മുടെ കെ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് UDF ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒന്ന് ആക്കി എടുത്തു. അപ്പൊ എന്തായാലും ശബരിനാഥൻ ജയിച്ചുകൊണ്ട് ശബരിനാഥന്റെ ഭാവി അടഞ്ഞു, ഇരുളടഞ്ഞു. തോറ്റാരും ജയിച്ചാലും ശബരിനാഥന്റെ ഭാവി ഇരുളടഞ്ഞതാണ്, അത് വേറൊരു കാര്യം. അങ്ങനെ ശബരിനാഥനെ ഇതാക്കുന്നു. പെട്ടെന്ന് CPM-കാർ വരുന്നു. അപ്പോഴേക്ക് ഈ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കിയത് കോൺഗ്രസ്സുകാരാണ്. പിന്നെ തല്ല് നടന്നിട്ടുണ്ടെങ്കിലും ആദ്യം അതിന് തൊട്ട് പിറകെ തന്നെ BJP പ്രഖ്യാപിക്കുന്നു. BJP-യിലേക്ക് പുതിയ മുഖം എന്നുള്ള നിലയിലേക്ക് വന്ന ശ്രീലേഖയെ ഉടൻ തന്നെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്ത് അവിടെ നിർത്തി. കാര്യം ജയിച്ചാൽ മേയർ എന്ന് അത്രേ ഉള്ളൂ, തോറ്റ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം അവിടെയൊക്കെ പരിഗണിക്കാം എന്നുള്ള നിലയിലേക്ക് മാത്രമാണ് ശ്രീലേഖയെ കൊണ്ടുവരുന്നത്. ശ്രീലേഖ തുടക്കം മുതൽ തന്നെ വിവാദമായിരുന്നു. IPS ഉപ്പ് ഉപയോഗിച്ചതിന്റെ പേരിലൊക്കെ വിവാദം തുടങ്ങി. പിന്നെ ഈ ശ്രീലേഖയ്ക്ക് ഇല്ലാതെ പോകുന്ന ചില ഗുണങ്ങളുണ്ട്. ഈ ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട് എല്ലാവർക്കും. ഈ എന്താ പറയുക, സാധാരണക്കാരെ പരിഗണിക്കുക, സാധാരണക്കാർക്കൊപ്പം നടക്കുക, സാധാരണക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, തൻ്റെ മനസ്സിൽ കിടക്കുന്ന ചില ജാതിപരമായ ചില മേലാള ചിന്തകളൊക്കെ ഉണ്ട്. ആ ചിന്തകളൊക്കെ തൂത്തെറിഞ്ഞ് ദൂരെ കളയുക. ഇതൊക്കെ എപ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു മെയിൻ ക്വാളിറ്റീസ് ആണ്. ദൈവം സഹായിച്ച് ഈ പറയുന്ന ശ്രീലേഖയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ശ്രീലേഖ എപ്പോഴും ഈ പറയുന്ന സമുദായത്തിൽ വലിയ മേൽത്തട്ടിലിരിക്കുന്നവരെ എപ്പോഴും ഉയർത്തി കാണിക്കുന്ന, ഞാനൊരു മേലാവി ആണ് എന്നുള്ളൊരു ധാരണ. സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാളാണ് ഈ ശ്രീലേഖ. പിന്നെ വേണ്ടി ഒന്ന് ഡാൻസും ചെയ്യാം എന്നൊക്കെ പറയുന്ന ആ ഒരു കോമാളി കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു IPS റാങ്കിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥ. അതിനപ്പുറത്തേക്ക് ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രവർത്തന പരിചയമൊന്നുമില്ല. ഇപ്പം ഒരു മേയർ എന്നുള്ള നിലയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവണം. തിരുവനന്തപുരം സിറ്റിയിലുള്ള ജനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പേരെടുത്ത് എത്ര പേരെ വിളിക്കാൻ കഴിയും? ഇപ്പം ശ്രീലേഖ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കില്ല, അവർ മാഡം എന്ന് വിളിക്കണം, ശ്രീലേഖ മാഡം എന്ന് വിളിക്കണം. അങ്ങനെ വിളിച്ചാലേ അവർ വിളി കേൾക്കൂ. അല്ലെ ശ്രീലേഖ ചേച്ചി എന്ന് വിളിച്ചാൽ ആരും വിളി കേൾക്കാനൊന്നും പോകുന്നില്ല. അതേസമയം രാജേഷിനെ VV രാജേഷിനെ രാജേഷ് എന്നോ രാജേഷേട്ടാന്ന് വിളിച്ചാലും വിളി കേൾക്കും. അത് VV രാജേഷ് ഇത്രയും കാലം രാഷ്ട്രീയത്തിലൂടെ പരിചയിച്ചു വന്നതിൻ്റെ ഒരു അങ്കലാപ്പില്ലായ്മയാണ്. VV രാജേഷിന് അങ്ങനെയുള്ള ക്വാളിറ്റി ഉണ്ട്. ഇതിങ്ങനെയുള്ള ഒരാളെ അവിടെ പിടിച്ച് മേയറാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം. BJP-യിൽ ഇത്ര കാലമായിട്ട് RSS-ലും BJP-യിലും ഒക്കെ പ്രവർത്തിക്കുന്ന എത്രയോ അധികം ചെറുപ്പക്കാരുണ്ട്, അല്ലെങ്കിൽ എത്രയോ ക്വാളിറ്റിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ തട്ടിക്കളഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് ഇവർ പലപ്പോഴും നേതാക്കന്മാരാക്കിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി ഇവർക്കെല്ലാം എതിർപ്പുണ്ട്. അതായത് ഈ ശ്രീലേഖയെ പോലുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി കഴിയുമ്പോൾ പലർക്കും ശക്തമായ എതിർപ്പുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ കേരളത്തിലുള്ള ഒരു വലിയ വിഭാഗം വരുന്ന BJP പ്രവർത്തകർക്ക് താല്പര്യമേ ഇല്ല നേതൃസ്ഥാനത്തേക്ക്. BJP പൊതുവെ സ്വീകരിക്കുന്ന ഒരു രീതിയാണിത്. അതായത് ഈ കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ സ്ഥാനാർത്ഥിയാക്കുക, അല്ലെങ്കിൽ BJP ഇങ്ങനെ അവരുടെ മുഖമായിട്ട് BJP-യുടെ മുഖമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു രീതി BJP-ക്ക് പൊതുവെ ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ ഈ ക്രിസ്മസ് ദിവസം പരിപാടി തൃശ്ശൂർ പരിപാടി വെച്ചതിൽ നേതാക്കള് കേന്ദ്രത്തിന് പരാതി അയച്ചു. സുരേഷ് ഗോപിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നേതാക്കൾ, അതായത് സ്വന്തം പാർട്ടിയിലെ സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം പാർട്ടിക്കാര് തന്നെ പരാതി കൊടുത്തേക്കാണ്. കാരണം അവര് പൊറുതിമുട്ടി സുരേഷ് ഗോപിയെ കൊണ്ട്. അതേ ഒരു അവസ്ഥ നാളെ ശ്രീലേഖയും കൊണ്ട് ഉണ്ടാകുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാകുന്നേ. കാര്യം എന്താണെന്നറിയോ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നതിനും ആ രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിനും അവരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനും ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും അത് അതിൻ്റെതായ പ്രോട്ടോകോൾ ഉണ്ട്. ഈ പ്രോട്ടോകോൾ ഒന്നും ഇവർ പാലിക്കുന്നില്ല. ഇപ്പൊ തന്നെ സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടാണ് ഇവിടെ എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെയായിരുന്നെങ്കിൽ കലുങ്ക് സഭയ്ക്ക് സംസ്ഥാന നേതൃത്വം ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കത്തില്ലായിരുന്നു. ഈ പറയുന്ന പാർട്ടിക്കകത്ത് ഒരു ഭിന്നത രൂക്ഷമാകുന്നു. ആരെ കൊണ്ടൊരു ഭിന്നത രൂക്ഷമാകുന്നത്? ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തകരെയും വെറും ചാണക സംഖ്യകളെ പോലെ ചവിട്ടിത്തേക്കുമ്പോഴാണ്. വെറും ചവിട്ടിത്തേപ്പാണ് നടക്കുന്നത്. ഈ ചവിട്ടിത്തേക്കൽ മടുത്തു കഴിയുമ്പോൾ അവർ പ്രതികരിച്ചു തുടങ്ങുന്നേ. ഇപ്പൊ ഈ നമ്മൾ നോക്കി, ഈ രാജീവ് ചന്ദ്രശേഖർ വന്നു. ഈ രാജീവ് ചന്ദ്രശേഖറിന് കേരളീയൻ എന്ന് അവകാശപ്പെടാൻ കഴിയുമോ? ഇല്ല. ഈ കേരളത്തിലെ ജനങ്ങളുടെ പൾസ് അറിയുന്ന ഒരാളെയല്ലേ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കേണ്ടത്? കെ സുരേന്ദ്രനും V മുരളീധരനും ശോഭാ സുരേന്ദ്രനും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാനം ഒരു സംഘടനയാണ്. ഈ സംഘടനയിലേക്ക് കർണാടകയിൽ നിന്ന് ഒരാളെ കൊണ്ട് ഇറക്കുമതി ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇപ്പം തിരുവനന്തപുരം നിവാസികളെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളല്ലേ മേയർ ആവേണ്ടത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രവർത്തിക്കാനുള്ളതാണ്. അല്ലാതെ എവിടെന്നെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ ഇരുന്നിട്ട് വന്നിട്ട് ജനങ്ങളെ ഭരിക്കാം എന്നുള്ള ധാരണ, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിട്ട് വന്നിട്ട് ജനങ്ങളെ ഭരിക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ, അവർക്ക് തെറ്റായ സന്ദേശം കൊടുക്കും.
ഇത് ജനാധിപത്യത്തിന്റെ ഏത് അളവുകോല് വെച്ച് അളന്നിരുന്നാലും ശരി, ഇതൊന്നും നടപടിയാവുന്ന കേസല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ശ്രീലേഖയ്ക്കെതിരെ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ കേന്ദ്രത്തിന് വരെ കത്തയക്കാൻ പോവാണ്. നിങ്ങൾ ഇമാതിരി പണി കാണിക്കരുത്, ഇത് തെറ്റാണ്. ശ്രീലേഖയ്ക്ക് അപ്പുറം എത്രയോ പ്രവർത്തകരുണ്ട്. ഇപ്പൊ കരമന അജിത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്നേ. കാര്യം അവർ വർഷങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരങ്ങ് പാടെ തഴയുകയാണെന്നേ. ഇവരൊക്കെ എങ്ങനെ ജയിച്ചു? ഇപ്പൊ വി വി രാജേഷ് ആണെങ്കിലും എങ്ങനെ ജയിച്ചു? അപ്പം ജയിച്ചൊരു കാരണം വെച്ചാൽ പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടാണ്. ഇപ്പോഴും രാജേഷ് പൂജപ്പുരയിലേക്കോ അല്ലെ തിരുവനന്തപുരത്തോട് നടന്നു പോയി കഴിഞ്ഞാൽ രാജേഷ് ഏട്ടോ ഒന്ന് വിളിക്കാൻ കഴിയുന്ന അത്രയും ബന്ധങ്ങളുണ്ട് ഈ പറയുന്ന വി വി രാജേഷിന്. വി വി രാജേഷിന് പിന്നെ മുഖത്ത് വേറൊന്നും ഇല്ലാതെയാണ് വി വി രാജേഷ് സാധാരണക്കാരനെ പോലെയാണ് ആളുകളോട് പെരുമാറുന്നത്. അതാണ് വി വി രാജേഷിനെ രാഷ്ട്രീയക്കാരനാക്കുന്നതും. ശ്രീലേഖ സ്വന്തമായിട്ട് ഔദ്യോഗിക വാഹനങ്ങളിൽ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ തിരുവനന്തപുരത്തിന്റെ നിരത്തിലൂടെ. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ജനങ്ങളോട് പുച്ഛം ഉണ്ടാവും. അപ്പൊ അത്തരക്കാരെ എങ്ങനെ പിടിച്ച് തലയിൽ വെക്കും? രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്ന് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലെയും ഒരു മുഖ്യമന്ത്രി ആകുകയാണെങ്കിലും ഒരു വാർഡ് കൗൺസിലർ ആകുകയാണെങ്കിലും എന്തൊരു മേയറോ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ ആകണമെങ്കിൽ തന്നെയും ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ബന്ധം ഉണ്ടാവണം. സാധാരണക്കാരായ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയണം. ഇതല്ലാതെ ജയിലിൽ നമ്മുടെ ദിലീപ് കിടന്ന സമയത്ത് അയാൾക്ക് പായും തലേണയും കൊണ്ട് കൊടുക്കുന്ന തരത്തിലാവരുത്. അതായിരിക്കരുത് പ്രവർത്തനം. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ആ ജനങ്ങൾ ചിന്തിക്കുന്നതിനനുസരിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരു ക്വാളിറ്റി എന്തായാലും ദൈവം സഹായിച്ച് ഈ പറയുന്ന ശ്രീലേഖയ്ക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ എപ്പോഴും പിന്തുണച്ച് നിൽക്കുന്ന വി വി രാജേഷാണ്. വി വി രാജേഷ് BJP-കാരനാണ്, BJP-യിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കാരണം, അതായത് ഈ പുതിയതായിട്ട് ഇങ്ങനെ നൂലെ കെട്ടി ഇറക്കുന്ന ഒരു കാരണം, കേരളത്തിൽ അവസരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവർത്തകർ. പലരും അതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ എതിർപ്പ് പ്രകടമാക്കിയിട്ടുമുണ്ട്. ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിലോ സംഘടനാ തലത്തിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനിടയിലോ ഇവരെ ആരെയും പരിഗണിക്കത്തില്ലെന്നേ. ഇവരെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേറെ ഏതെങ്കിലും ഒരുത്തൻ. ഇപ്പൊ ഈ BJP-ക്കകത്ത് തന്നെ നോക്കിയേ, ഈ പറയുന്ന BJP ഒരു സീറ്റ് എവിടെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കഴിവ് കൊണ്ടാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഇവർ ഇന്നൊരു ദിവസം പൊട്ടിമുളച്ചത് കൊണ്ട് കിട്ടിയ സീറ്റ് അല്ല അത്. ഈ പറയുന്ന താഴേക്കിടയിലുള്ള പ്രവർത്തകരെ എത്രയോ വർഷങ്ങളായിട്ട് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ സീറ്റുകളായിരിക്കും അത്. തീർച്ചയായിട്ടും അത്രേ ഉള്ളതേ. അവര് ഈ പറയുന്ന ഏതെങ്കിലും ഈ ശ്രീലേഖയെ കൊണ്ട് നിർത്തി. ഈ ശ്രീലേഖയാണോ പ്രവർത്തിച്ചത്? ശ്രീലേഖക്കാരനാണോ വോട്ട് കിട്ടിയത്? അല്ല. അവരെ വോട്ട് കിട്ടി അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രവർത്തകർ കിടന്ന് രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാപകലില്ലാതെ ഏതൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. രാപകലില്ലാതെ കഷ്ടപ്പെടുക എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ രാത്രി കാലങ്ങളിൽ ഈ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ കയറി ഇറങ്ങണം വീടുകളിൽ. ഇപ്പൊ രാത്രിയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സോർട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. എത്ര കിട്ടും ഇതെല്ലാം കണക്ക് കൂട്ടി ഉറപ്പിച്ച് ഈ പറയുന്ന ബാക്കിയുള്ള പ്രവർത്തകരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന സമയത്ത് ഈ ശ്രീലേഖ മാറിക്കിടന്ന് ഉറങ്ങുമായിരിക്കും. കാര്യം ഒന്ന് പ്രായം അത് മാനിക്കണം. പിന്നെ തന്നെയല്ല അവരൊരു IPS റാങ്കിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പൊ അവരൊക്കെ ഒരു 10 to 5 വർക്ക് ചെയ്തിട്ട് അവർ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങും. ബാക്കി പ്രവർത്തനമല്ല ഇവരല്ലേ പോസ്റ്റർ ഒട്ടിക്കുന്നത്. ശ്രീലേഖ വന്ന് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ തോന്നിവാസം കാണിച്ചിട്ട് IPS എന്നുള്ള റാങ്ക് വെച്ചിട്ട് ശ്രീലേഖ പോയി ഇത് മായ്ക്കാൻ നടന്നാരാ? ശ്രീലേഖയാണോ രാത്രി കരിയേലും കൊണ്ടുപോയത്? അല്ല. ഇതൊക്കെ അവിടുത്തെ സാധാരണക്കാരായി വിറക് വെട്ടിയലും വെള്ളം കോരികളുമായിട്ടുള്ള സാധാരണ ആളുകളാണ്. ഇതൊന്നും ഈ പറയുന്ന തലപ്പത്ത് കയറി കഴിയുമ്പോൾ ഇവരെല്ലാം മറന്നുപോകും. ഇവരുടെ വികാരങ്ങളെ, സാധാരണ പ്രവർത്തകരുടെ വികാരങ്ങളെ മാനിക്കാനുള്ള കപ്പാസിറ്റി ആർജിച്ചെടുക്കാൻ ഇപ്പോഴും ഈ പറയുന്ന കോൺഗ്രസിനും ആയിട്ടില്ല, BJP-ക്കും ആയിട്ടില്ല. അവരൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ അവരെ എടുത്ത് തലയെ കയറ്റി വെച്ചിട്ട് നടക്കുന്ന വെറും വിഡ്ഢിക്കോമരങ്ങൾ മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ഇനി ഇതിൻ്റെ ഒരു വലിയ തിരിച്ചടി ഉണ്ടാവും. ഇപ്പോൾ ശ്രീലേഖയാണ് മേയർ ആവുന്നതെങ്കിൽ അവിടെ വലിയൊരു തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ BJP-കാരെല്ലാം കൂടെ ചിന്തിക്കും, ഞങ്ങൾ ഇവരെ അല്ല ആഗ്രഹിച്ചത്. ഇങ്ങനെയുള്ള ഒരു പിന്നെ മേയർ ഇരിപ്പം അങ്ങോട്ട് കയറി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പായി. ഈ മേയർ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം? അവിടെ മേയറുടെ മുമ്പ് ഇരിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഇവരുടെ ഒരു പ്രോമിനൻസ് ഉണ്ട്. ഞാനെന്താ വലിയ സംഭവമാണ് എന്നുള്ളൊരു കരുതലുണ്ട്. ആ കരുതലിൻ്റെ പുറത്ത് സുരേഷ് ഗോപി കാണിച്ചതിൻ്റെ അപ്പുറത്ത് കാണിക്കും ഇവർ. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും ഈ ശ്രീലേഖയുടെ പ്രവർത്തനം. അപ്പം അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും ഞാൻ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇയാൾക്ക് തന്നെയായിരിക്കും, വി വി രാജേഷ് തന്നെ ആയിരിക്കും. കാര്യം അദ്ദേഹം ഏബിളാണ്. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ട് യോഗ്യൻ BJP-യിൽ വി വി രാജേഷ് മാത്രമാണ്. പിന്നെ വി വി രാജേഷും കരമന അജിത്തും അവർ രണ്ടുപേരും നല്ല നേതാക്കന്മാരാണ്. അവർക്കൊക്കെ വേണമായിരിക്കും സ്ഥാനം കൊടുക്കാൻ.